ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം മുൻഗണനാ പട്ടിക നിശ്ചയിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തെ തഴഞ്ഞെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി തിലോത്തമൻ. ശരാശരി അനുസരിച്ച് മുൻഗണനാ പട്ടിക വിപുലപ്പെടുത്താനായി കേന്ദ്ര സർക്കാരിനോട് എംപിമാർ വഴി ആവശ്യപ്പെടും. കേരളത്തിലുള്ള 30 ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി റേഷൻ അനുവദിക്കാനായി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി. ഇതര സംസ്ഥാന തൊഴിലാളികൾ ലക്ഷക്കണക്കായിട്ടുള്ളവർക്ക് ധാന്യം തരണം. മാർക്കറ്റില് അവരുടെ കൂടി സമ്മർദ്ദമാകുമ്പോൾ കേരളത്തിലെ വിലക്കയറ്റം ഉണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കും. അത് കേന്ദ്രം വളരെ പോസിറ്റീവായി നമ്മളെ പ്രതികരിച്ചിട്ടുണ്ട്. നമ്മൾ തൊഴിൽ വകുപ്പുമായി ചേർന്ന് 30 ലക്ഷം ആളുകളുടെ പ്രപ്പോസൽ കൊടുക്കുകയാണ്. അത് നമുക്ക് അതിൽ ഒരു ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. ഇതാണ് എനിക്ക് പൊതുവിൽ പറയാനുള്ളത്. നിലവിലെ റേഷൻ കാർഡിലെ അപാകതകൾ പരിഹരിച്ച് മാർച്ച് 1-ന് പുതിയ റേഷൻ കാർഡ് വിതരണം ചെയ്യാനും തീരുമാനമുണ്ട്. ഭക്ഷ്യസുരക്ഷാ നിയമം ഏപ്രിൽ മാസത്തോടെ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. റേഷൻ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി ചുമതലപ്പെടുത്തിയ കമ്മിറ്റി 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. റിപ്പോർട്ടർ, കോഴിക്കോട്.